ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ ആക്സെൻറ്റയുടെ പുതിയ ഓഫീസ് ചാലക്കുടിയിൽ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്തു. അവിടെ നിന്നിട്ടാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓഫീസ് ടൂർ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. ഇന്നിപ്പോൾ ഇനാഗ്രേഷനൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മളെല്ലാവരും, നിങ്ങളാണ് നമ്മളെ വളർത്തുന്നത്, അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങളെയാണ് ഞങ്ങൾക്ക് ഈ ഓഫീസ് മുഴുവൻ കാണിച്ചു തരാനുള്ളത്. നമ്മളൊരു ഓഫീസ് ടൂർ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓൾറൈറ്റ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചില നിർബന്ധങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കും ഇല്ലേ. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറയും, നീ അത് ചെയ്തേ പറ്റുള്ളൂ, നീ അത് ചെയ്യണം. അപ്പം നമ്മൾ അതിനൊരു സെക്കൻഡ് ഓപ്ഷൻ പോലും കൊടുക്കില്ല. നീ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു റിലാക്സേഷന് സമയമില്ല. നീ പഠിക്കണം എന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ പറയും നീ ആ ജോലി ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ നിർബന്ധമായും കളിക്കണം, നീ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ചില നിബന്ധനകളൊക്കെ നമ്മുടെ ലൈഫിൽ വയ്ക്കാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ നിർബന്ധങ്ങളും നിബന്ധനകളൊക്കെ പറയാനായിട്ട് സാധിക്കും? അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനാകെ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി. മൂന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംസാരിക്കാൻ വളരെ സിമ്പിളാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളതൊന്ന് ആഗ്രഹിച്ച് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങളെന്ന് നമ്മൾ ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വെച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും. ഒന്നാമത്തേതാണ് മസ്റ്റ്. ഓക്കെ, ഏതാണ് മസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചില സെൻറ്റൻസസ് പറയും. ഓക്കെ, മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, യു മസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞാൽ നീ നിർബന്ധമായിട്ടും കളിക്കണം. നിനക്ക് അവിടെ റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ബാക്കി ഒരു പ്രോസസ്സിനല്ല നമ്മളവിടെ സമയം കൊടുക്കണം. നമ്മൾ പറയണം യു മസ്റ്റ് പ്ലേ. ഓക്കെ, ഇപ്പം നമ്മുടെ ചിലപ്പോൾ വീട്ടിൽ കുട്ടികൾ മറ്റെന്താ പറയുക, വീഡിയോ ഗെയിംസും അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും യു മസ്റ്റ് ഗോ ഔട്ട് ആൻഡ് പ്ലേ. ഓക്കെ, നീ പുറത്തു പോയി കളിക്കണം. യു മസ്റ്റ് ഗോ ഔട്ട് ആൻഡ് പ്ലേ. ഓക്കെ, നീ പുറത്തു പോയി കളിക്കണം എന്ന് നമ്മൾ ചില നിർബന്ധങ്ങൾ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും യു മസ്റ്റ് സ്റ്റഡി. ഓക്കെ, യു മസ്റ്റ് സ്റ്റഡി നൗ. നീ ഇപ്പം നിർബന്ധമായിട്ട് ഇരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു വിട്ടുവീഴ്ചയില്ലാണ്ട് പറയുന്ന ചില സെൻറ്റൻസുകളാണ് നമ്മൾ മസ്റ്റ് കൂട്ടി പറയും. ഓക്കെ, എങ്ങനെ? യു മസ്റ്റ്. ഓക്കെ, യു മസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, യു മസ്റ്റ് ഡു ഇറ്റ്. നീ ഇത് ചെയ്യണം എന്ന് നമ്മൾ പറയണം. ഓക്കെ, മസ്റ്റ്. രണ്ടാമത്തേതാണ് ഹാവ് ടു. ഓക്കെ, ഹാവ് ടു. ഓക്കെ, ഈ മസ്റ്റ് പോലെ തന്നെ നിർബന്ധം പറയുന്നതിനാണ് നമ്മൾ ഹാവ് ടും ഉപയോഗിക്കുക. ഓക്കെ, മസ്റ്റും ഹാവ് ടും ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കുക. രണ്ടും ഒരേ രീതിയിലാണ് ഉപയോഗിക്കുക. നമുക്ക് എല്ലാ സമയത്തും വേണമെങ്കിൽ മസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസസ് തന്നെ, യു ഹാവ് ടു പ്ലേ. ഓക്കെ, യു ഹാവ് ടു പ്ലേ. ഓക്കെ, ദേ ഹാവ് ടു പ്ലേ. അവർ കളിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് കിഡ്സ് ഹാവ് ടു സ്റ്റഡി. ഓക്കെ, കിഡ്സ് ഹാവ് ടു സ്റ്റഡി. ഓക്കെ, കുട്ടികൾ പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി നൗ. നീ ഇപ്പോൾ പഠിക്കണം. ഇത് നമ്മൾ പറയും യു ഹാവ് ടു ഡു ഇറ്റ്. നീ ഇപ്പോൾ അത് ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു. ഓക്കെ, ഇപ്പം മസ്റ്റും ഹാവ് ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മസ്റ്റ് വെച്ചും സെൻറ്റൻസസ് ഉപയോഗിക്കാം, ഹാവ് ടു വെച്ചിട്ടും സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തേതാണ് ഷുഡ്. ഓക്കെ, ഷുഡ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്താൽ നല്ലതാണ്, ഒരു നിർബന്ധമുണ്ട്, ഒരു ലൈറ്റായിട്ടുള്ളൊരു നിർബന്ധമുണ്ട്. ഇനി നിനക്ക് തോന്നുകയാണ് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നി, ഓക്കെ, യു ഹാവ് ദാറ്റ് ഫ്രീഡം എന്നുള്ള സ്ഥലങ്ങളിലാണ്. അത്രയും കൂടി തറപ്പിച്ച് പറയാതെ നമ്മൾ ചില കണ്ടീഷൻസ്, നിർബന്ധങ്ങൾ പറയുമ്പോഴാണ് ഷുഡ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് സ്റ്റഡി. ഓക്കെ, നീ ഇനിയിപ്പോൾ പഠിക്കേണ്ട വേറെ എന്തിനു പോയതാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ആവശ്യം, എൻ്റെ ഒരു നിർബന്ധം നീ പഠിക്കുന്നത് തന്നെയാണ്. യു ഷുഡ് സ്റ്റഡി. അല്ലെങ്കിൽ പറയുകയാണ് കിഡ്സ് ഷുഡ് പ്ലേ. ഓക്കെ, കുട്ടികൾ കളിക്കണം. കിഡ്സ് ഷുഡ് പ്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയണം യു ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, യു ഷുഡ് ഡു ഇറ്റ്. നീ അത് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കൂട്ടുകാരനോട് പറയണം, എടാ ഇന്ന കോഴ്സ് ചെയ്താൽ നല്ലതാട്ടോ. അവൻ പറയാം ഒത്തിരി എക്സ്ക്യൂസസ് നമ്മളോട് പറയാമെന്ന് പറയും. നമ്മൾ പറയും ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, നീ അത് ചെയ്യണം. ഇനിയിപ്പോൾ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ അത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, യു ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? മസ്റ്റ്, ഹാവ് ടു, ഷുഡ്. ഓക്കെ, മസ്റ്റ്, ഹാവ് ടു, ഷുഡ്. ഇനി നമുക്കിത് മൂന്നും വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഐ യു വിത്ത് ഹി ഷീറ്റൊക്കെ വെച്ച് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സിംഗിൾ
ഒരു ക്രിയ, ഒരു വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗോ. ഓക്കെ, നീ പോകണം എന്നുള്ളതിനെ വെച്ചിട്ടാണ് ഗോ പോകണം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണേ. ഓക്കെ, അപ്പോൾ ആദ്യം മസ്റ്റ് വെച്ചിട്ട് പറയണം. ഓക്കെ, ഐ മസ്റ്റ് ഗോ, ഞാൻ പോകണം. ഓക്കെ, അപ്പോൾ എനിക്ക് അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, ചിലപ്പോൾ ഒരു കല്യാണമായിരിക്കാം, ചിലപ്പോൾ ഒരു മരിച്ച സ്ഥലത്തേക്കായിരിക്കാം, ചിലപ്പോൾ ഒരു രോഗിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്കതിന് വേറൊരു പോംവഴിയില്ല, ഐ മസ്റ്റ് ഗോ. ഓക്കെ, ഞാൻ പോകണം, ഐ മസ്റ്റ് ഗോ. ഇനി നമുക്ക് പറയാം നീ പോകണം, നീ നിർബന്ധമായിട്ടും പോകണം എന്നെങ്ങനെയാണ് പറയാം? യു മസ്റ്റ് ഗോ. ഓക്കെ, യു മസ്റ്റ് ഗോ. ഓക്കെ, ഇനി നമ്മൾ പോകണം, അപ്പം നമ്മൾ വീട്ടിൽ പറയാണ് ആ കല്യാണത്തിന് നമ്മൾ പോകണം, അത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ പോകണം എന്ന് പറയാണ്. എങ്ങനെ പറയാം? വി മസ്റ്റ് ഗോ. ഓക്കെ, വി മസ്റ്റ് ഗോ. ഓക്കെ, അപ്പോൾ ഏതാണോ പേഴ്സണൽ പ്രൊനൗൺ അതിൻ്റെ കൂടെ ഒരു മസ്റ്റ് ഉപയോഗിക്കുക, ശേഷം ഒരു ക്രിയ ഉപയോഗിക്കുക, ആ സെൻറ്റൻസ് ആയി. ഓക്കെ, വി മസ്റ്റ് ഗോ. അവർ പോകണം, ദേ മസ്റ്റ് ഗോ. ഓക്കെ, ദേ മസ്റ്റ് ഗോ. അവൻ പോകണം, ഹീ മസ്റ്റ് ഗോ. ഇനി അവൾ പോകണം, ഷീ മസ്റ്റ് ഗോ. ഇനി അത് പോകണം, എങ്ങനെ പറയാം? ഇറ്റ് മസ്റ്റ് ഗോ. ഓക്കെ, ഇറ്റ് മസ്റ്റ് ഗോ. ഓക്കെ, ഇനി നമുക്ക് ഹാവ് ടു വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹാവ് ടു വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഗോ എന്നുള്ളതാണ് ഉപയോഗിച്ച് ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സ്റ്റഡി എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റഡി. ഓക്കെ, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് ഐ ഹാവ് ടു സ്റ്റഡി, ഞാൻ പഠിക്കണം, ഐ ഹാവ് ടു സ്റ്റഡി. ഇനി നീ പഠിക്കണം എന്ന് പറയുകയാണ്, എങ്ങനെ പറയാം? നിങ്ങൾ എന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. സിമ്പിളാണ്. നേരത്തെ പറഞ്ഞില്ലേ, പേഴ്സണൽ പ്രൊനൗണിൻ്റെ കൂടെ ഹാവ് ടു ഉപയോഗിക്കുക, മെയിൻ വെർബ് ഉപയോഗിക്കുക, ഒരു ക്രിയ ഉപയോഗിക്കുക, സെൻറ്റൻസായി. എങ്ങനെ പറയാം? യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, യു ഹാവ് ടു സ്റ്റഡി, യു ഹാവ് ടു സ്റ്റഡി. ഇനി നമ്മൾ പഠിക്കണം, വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, നമ്മളൊരു ഡിസിഷൻ പറയാം, അത് നമ്മളിങ്ങനെയൊന്നും പോയാൽ പോരാ, നമ്മളിങ്ങനെ കളിച്ചു നടന്നാൽ പോരാ, നമുക്ക് പഠിക്കണം, വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, വി ഹാവ് ടു സ്റ്റഡി. ഇനി അവർ പഠിക്കണം എന്ന് പറയാം, എങ്ങനെ പറയാം? they have to study, they have to study. ഓക്കെ, ഇനി ഹി ഷീ ഇറ്റ് കൂടെ നമ്മൾ ഹാവ് അല്ല ഉപയോഗിക്കുക, ഹാസ് ആണ് ഉപയോഗിക്കുക. ഇപ്പം നമ്മളെങ്ങനെ പറയും? ഹീ ഹാസ് ടു സ്റ്റഡി. ഓക്കെ, ഹീ ഹാസ് ടു സ്റ്റഡി. ഓക്കെ, ഹീ ഹാസ് ടു സ്റ്റഡി. ഷീ ഹാസ് ടു സ്റ്റഡി, അവൾ പഠിക്കണം, ഇനി പറയാം ഷീ ഹാസ് ടു സ്റ്റഡി. ഇനി അത് പഠിക്കണം, ഇറ്റ് ഹാസ് ടു സ്റ്റഡി. ഓക്കെ, ഇറ്റ് ഹാസ് ടു സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മസ്റ്റും ഹാവ് ടു ഒരേ പ്രയോഗങ്ങളാണ്, ഒരേ അർത്ഥങ്ങളാണ്, ഒരേ ഉദ്ദേശങ്ങളാണ്. ഇനി നമുക്ക് നീ ചെയ്യണം, പക്ഷെ എനിക്കതൊരു വലിയ നിർബന്ധമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 7 പേഴ്സണൽ പ്രൊനൗണിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ച് നോക്കാം. ഈ പ്രാവശ്യം നമുക്ക് ക്രിയയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സംസാരിക്കുക, സ്പീക്ക് സ്പീക്ക് സ്പീക്ക്. ഇപ്പം നമ്മൾ ചില സുഹൃത്തുക്കളൊക്കെ വഴക്കൂടിയൊക്കെ പറയും, നീ അവനോടൊന്ന് സംസാരിക്കണം, നീ അവനോടൊന്ന് പറയണം എന്നൊക്കെ പറയല്ലേ. സ്പീക്ക് എന്ന് പറയുന്ന, സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സംസാരിക്കണം. ഓക്കെ, ഐ ഷുഡ് സ്പീക്ക്, ഞാൻ സംസാരിക്കണം, ഐ ഷുഡ് സ്പീക്ക്. ഇനി നീ സംസാരിക്കണം, യു ഷുഡ് സ്പീക്ക്. എങ്ങനെ പറയാ? യു ഷുഡ് സ്പീക്ക്. നമ്മൾ സംസാരിക്കണം, വി ഷുഡ് സ്പീക്ക്. എങ്ങനെ പറയാ? വി ഷുഡ് സ്പീക്ക്. ഇനി അവർ സംസാരിക്കണം, ദേ ഷുഡ് സ്പീക്ക്. ഓക്കെ, ദേ ഷുഡ് സ്പീക്ക്. ഇനി അവൻ സംസാരിക്കണം, ഹി ഷുഡ് സ്പീക്ക്. ഓക്കെ, ഹി ഷുഡ് സ്പീക്ക്. ഇനി അവൾ സംസാരിക്കണം, ഷീ ഷുഡ് സ്പീക്ക്, ഷീ ഷുഡ് സ്പീക്ക്. ഇനി അത് സംസാരിക്കണം, ഇറ്റ് ഷുഡ് സ്പീക്ക്. അപ്പോൾ ഇത് മൂന്നും സംസാരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഐ യു വി ദ ഹി ഷീറ്റ് എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊനൗൺ ഉപയോഗിക്കുക. ശേഷം മസ്റ്റ്, ഹാവ് ടു, ഷുഡ് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അതിനുശേഷം ഒരു ക്രിയ ഉപയോഗിക്കുക. സെൻറ്റൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ഹോംവർക്ക് തരാം കേട്ടോ. നിങ്ങൾ മസ്റ്റ് വെച്ച്, ഹാവ് ടു വെച്ച്, ഷുഡ് വെച്ച് ഓരോ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ഒരു ലേണിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.
ഓൾറൈറ്റ്. ഇനി നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ള പോലെ നമ്മുടെ പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് സംസാരിച്ച് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ധൈര്യമായിട്ട് വിളിച്ചോട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. ഓൾറൈറ്റ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Lintu.